നമസ്കാരം. ഈ മാധ്യമ ചർച്ചകളിലൊക്കെ ചില ചോദ്യങ്ങൾ പ്രത്യേകമായി ചോദിക്കും ചില മാധ്യമ പ്രവർത്തകർ. അതായത് അവരുദ്ദേശിച്ച ഉത്തരം കിട്ടണം, അതിനുവേണ്ടിയുള്ള ചോദ്യങ്ങളാണ്. അത് പലരോടും പറ്റുമായിരിക്കും, പക്ഷേ പറ്റാത്ത ആളുകളുമുണ്ട് എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തക സ്മൃതി പരുത്തിക്കാടിന് മനസ്സിലായത്. ഡോക്ടർ ബി അശോക് IAS അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. അദ്ദേഹം സസ്പെൻഷനൊക്കെ ഒരു ആഘോഷമാക്കി മാറ്റുന്ന വ്യക്തിയാണ്. അതായത് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ TVയുടെ ചർച്ചയിലാണ്. ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതിൻ്റെ കാരണം ഇദ്ദേഹം തന്നെയാണ്. ഇദ്ദേഹം അച്ചടക്ക ലംഘനം നടത്തിയിട്ടാണ്, ചട്ടലംഘനം നടത്തിയിട്ടാണ് എന്നുള്ള കാര്യം ഇദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കുന്നതിനും ഇദ്ദേഹം ചെയ്തത് തെറ്റാണ് എന്ന് പറയുകയും ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾക്ക് ഒരു കൃത്യമായ അതിർവരം വിടുകയും ഒക്കെ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ചോദിച്ച ഒരു ചോദ്യമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ആ ചോദ്യത്തിന് ഡോക്ടർ ബി അശോക് പറഞ്ഞ മറുപടിയോടുകൂടി സത്യം പറഞ്ഞാൽ സ്മൃതിയുടെ കാറ്റ് പോയി, ഫ്യൂസ് പോയി എന്നതാണ് സത്യം. അത്രയും കൃത്യമായ മറുപടി. എനിക്ക് അതിർവരമ്പ് ലംഘിക്കാൻ നിങ്ങളാരാണ്? മാധ്യമങ്ങളോട് ഞാൻ സംസാരിക്കാതിരിക്കും, അതെൻ്റെ കാര്യം. ഞാനൊരു വ്യക്തിയാണ്. എൻ്റെ തല വെട്ടുമോ? ഒന്നുമില്ല. സസ്പെൻഷൻ വന്നോട്ടെ, ഡിസ്മിസൽ വന്നോട്ടെ, ഞാനത് മാനേജ് ചെയ്തോളാം. അത് ഞാനും സർക്കാരും തമ്മിലുള്ള പ്രശ്നമാണ്. അതിൽ മാധ്യമങ്ങൾക്ക് അഭിപ്രായം പറയുകയും ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് അത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും ചെയ്യേണ്ട ജോലിയൊന്നുമല്ല മാധ്യമങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ചോദ്യം ചോദിക്കൂ, ഞാൻ കൃത്യമായി മറുപടി പറയാം. ഞാൻ എന്ത് ചട്ടലംഘനമാണ് നടത്തിയത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം. പക്ഷേ ചട്ടലംഘനം നടത്തിയത് കൊണ്ട് ഈ ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങി, അതുകൊണ്ട് എനിക്ക് ചില അതിർവരമ്പുകളുണ്ട്. എൻ്റെ ചിന്തകളിലും എൻ്റെ പ്രവൃത്തിയിലുമൊക്കെ ആരെങ്കിലുമൊക്കെ നിയന്ത്രണങ്ങൾ വരുത്തുന്നു എന്നൊക്കെ വരുന്ന ധ്വനിയിൽ ഈ ചോദ്യങ്ങൾ ചോദിച്ചാൽ അത് പ്രയാസമാകും. എല്ലാത്തിനും എനിക്ക് മറുപടിയുണ്ട് എന്നായിരുന്നു ഡോക്ടർ ബി അശോകിൻ്റെ മറുപടി. ഇങ്ങനെ വേണം മറുപടി പറയാൻ സത്യം പറഞ്ഞാൽ. കാരണം പലരും ഇപ്പോൾ രാഷ്ട്രീയക്കാർക്ക് അവർക്ക് മാധ്യമങ്ങളെ ഒക്കെ തന്നെ വേണം, നാളെയും ചർച്ചയ്ക്ക് വിളിക്കണം. ഇപ്പം ബി അശോകിന് റിപ്പോർട്ടർ TV ചർച്ചയ്ക്ക് വിളിച്ചില്ലെങ്കിൽ അദ്ദേഹം വേറെ ഏതെങ്കിലും മാധ്യമത്തിലൂടെ ചർച്ചയ്ക്ക് വരും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ പേജിൽ പ്രതികരിക്കും. അദ്ദേഹം ഒരു ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസറാണ്, സീനിയറായ ഓഫീസറാണ്. അദ്ദേഹം ചട്ടലംഘനം നടത്തിയോ നടത്താതിരുന്നോ അതൊക്കെ അദ്ദേഹത്തിൻ്റെ കാര്യം. അതിന് കൃത്യമായ മറുപടി അദ്ദേഹം കൊടുത്തുകൊള്ളാം. അതിന് കൃത്യമായ എന്ത് ശിക്ഷ വന്നാലും അത് സ്വീകരിച്ചുകൊള്ളാം. അതൊക്കെ എൻ്റെ ചട്ടവുമായി ബന്ധപ്പെട്ടാണ്, ഇന്ത്യൻ സിവിൽ സർവീസ് ചട്ടവുമായി ബന്ധപ്പെട്ടാണ്. അതിലൊക്കെ മാധ്യമങ്ങൾ ഇടപെട്ട് ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞത് അത് വളരെ നന്നായി എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. കാരണം അത്തരത്തിൽ ഒരാളെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും അല്ലെങ്കിൽ അയാളിൽ നിന്ന് തങ്ങൾ പ്രതീക്ഷിക്കുന്ന ഉത്തരം, അതിപ്പോൾ സ്മൃതി പരുത്തിക്കാടായാലും വേറെ ഏത് മാധ്യമപ്രവർത്തകരായാലും ഇനി ഞാനായാലും ശരി, അത്തരത്തിൽ ഒരു ഉത്തരം കൃത്യമായി നമ്മൾ ഉദ്ദേശിക്കുന്ന ഉത്തരം കിട്ടാൻ വേണ്ടിയും ഈ ഉത്തരം പറയാൻ ഇരിക്കുന്ന ആളെ കുഴപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ എറിയാൻ വേണ്ടിയും ഒക്കെ ശ്രമിക്കുന്നത് ശരിയായൊരു മാധ്യമ പ്രവർത്തന ധർമ്മമാണ് എന്ന് തോന്നുന്നില്ല.